തോന്നിയവാസത്തിന് ഒരു അതിരില്ലേ? തെമ്മാടിത്തരത്തിന് ഒരു പരിധിയില്ലേ? നമ്മളൊക്കെ സോഷ്യൽ മീഡിയ ഒക്കെ ഉപയോഗിക്കുന്നവരാണ്. അതിൽ പലതരം അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാം. പക്ഷെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അൻസാരി സുഹരി ഉസ്താദിനെതിരെ നടക്കുന്ന ചില കാര്യങ്ങൾ കണ്ടപ്പോൾ അതിനെക്കുറിച്ച് പ്രതികരിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. അൻസാരി ഉസ്താദിനെ ഒരു പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമായിരിക്കും. സോഷ്യൽ മീഡിയയിലൂടെ വളരെയധികം ശ്രദ്ധേയനായ ഒരു ഉസ്താദാണ് അദ്ദേഹം. എല്ലാ മതസ്ഥരിൽ നിന്നും അദ്ദേഹത്തിന് വലിയ രീതിയിലുള്ള സ്വീകാര്യത അദ്ദേഹത്തിന് കിട്ടാറുണ്ട്. മതങ്ങളുടെ പേരിൽ മനുഷ്യരെ തമ്മിൽ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്ന, വർഗീയ വിഷം കുത്തിവെക്കാൻ ശ്രമിക്കുന്ന ആളുകൾക്ക് അദ്ദേഹം എപ്പോഴും വളരെ മനോഹരമായ മറുപടികളാണ് അദ്ദേഹം സോഷ്യൽ മീഡിയയിലൂടെ നൽകുന്നത്. ഒരു ചിരിയോടെ വളരെ ശാന്തമായി അദ്ദേഹം നൽകുന്ന ആ മറുപടികൾ നമ്മളെല്ലാവരും കാണുന്നതുമാണ്. എന്നാൽ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ, ആശയത്തെ ആശയം കൊണ്ട് നേരിടാൻ കെൽപ്പില്ലാത്ത കുറച്ചാളുകൾ, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെ സംഘി കൃസംഘി കൂട്ടങ്ങൾ അദ്ദേഹത്തെ ബോഡി ഷേമിംഗ് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നാം എല്ലാവരും കാണുന്നത്. എന്തൊരു നീചമായ ഒരു മാനസികാവസ്ഥയാണിതെന്ന് ആലോചിച്ച് നോക്കൂ. കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുമ്പ് ചാണക്യ ന്യൂസ് TV എന്ന് പറയുന്ന ഒരു ഫേസ്ബുക്ക് പേജിൽ അദ്ദേഹത്തിനെ വളരെയധികം മോശമാക്കിക്കൊണ്ടുള്ള ഒരു ചിത്രം പുറത്തുവിടുകയുണ്ടായി. ആ പോസ്റ്റ് കണ്ട ഏതൊരു മനുഷ്യനും തോന്നും, ഇവൻ്റെയൊക്കെ മനസ്സ്, ഈ ചിത്രം നിർമ്മിച്ചെടുത്തവൻ്റെ മനസ്സ് എത്രത്തോളം നീചമാണെന്ന്. എന്തിനാണ് ആ മനുഷ്യനോട് നിങ്ങൾക്ക് ഇത്രയും വിരോധം? അദ്ദേഹം പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് വിയോജിപ്പുണ്ടെങ്കിൽ, നമുക്കറിയാം ഏതു കാര്യങ്ങളിലും പല വിയോജിപ്പുകളുണ്ടാകാം. അത്തരത്തിൽ വിയോജിപ്പുകളുണ്ടെങ്കിൽ നിങ്ങൾക്കത് ആശയപരമായി നേരിടാം. അതിനുള്ള വിവരമോ വകതിരിവോ അതിനുള്ള ധൈര്യമോ ഇല്ലാത്തത് കൊണ്ടാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ അദ്ദേഹത്തിനെ മോശമാക്കി ചിത്രീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിനെ ബോഡി ഷേമിംഗ് ചെയ്യുന്നത്. ഒരാളുടെ രൂപം എന്ന് പറയുന്നത് അയാൾ ഉണ്ടാക്കിയെടുത്തതല്ല, അല്ലെങ്കിൽ അയാളുടെ തീരുമാനങ്ങൾക്കനുസരിച്ച് ഉണ്ടായി വന്നതല്ല. അത് പടച്ചുവൻ നൽകിയതാണ്. അതിനെ കളിയാക്കാൻ നിനക്കൊക്കെ എന്താണ് യോഗ്യത? ആശയപരമായി തകർന്നു നിൽക്കുമ്പോൾ, സ്വന്തം വാദങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാതെ വരുമ്പോൾ, മറ്റുള്ളവരുടെ ശരീരത്തെയും നിറത്തെയും രൂപത്തെയും ഒക്കെ പരിഹസിച്ച് ഒരുതരം സാഡിസ്റ്റ് സന്തോഷം കണ്ടെത്തുന്ന ഈ ഏർപ്പാട് വളരെ തരംതാണ ഒന്നാണ്. ഇതൊക്കെ കണ്ട് സന്തോഷിക്കുകയും അതിന് ലൈക്കും ഷെയറും ഒക്കെ കൊടുക്കുന്ന ഇവനൊക്കെ പിന്താങ്ങുന്ന കുറേ അന്ധന്മാരായ അനുയായികളും ഇവനൊക്കെ മനുഷ്യനാണോ എന്ന് ചിന്തിച്ചു പോവുകയാണ്. ഇത് ആദ്യമായിട്ടല്ല നടക്കുന്നത്. ഇതിനു മുമ്പ് ഇസ്ലാം മതത്തിൽ നിന്നും ക്രിസ്തു മതത്തിലേക്ക് പോവുകയും തൻ്റെ സ്വന്തം ഭാര്യയെ സെറ്റപ്പ് ബോക്സ് കൊണ്ട് തലക്കടിച്ച് പൊട്ടിക്കുകയും ചെയ്ത ഫാദർ സുലൈമാൻ എന്ന് പറയുന്നവൻ അവസാനം പിടിച്ചു നിൽക്കാൻ വേണ്ടി ഇസ്ലാമിക വിമർശനം നിരന്തരമായി തുടങ്ങിയപ്പോൾ അതിനെതിരെ മറുപടി പറഞ്ഞ അൻസാരി സൂരി ഉസ്താദിനെ ചിമ്പാൻസി സൂരി എന്നൊക്കെ പറഞ്ഞ് അന്നവൻ കളിയാക്കിയുണ്ടായി. ഇത്രയും കാലം മറ്റുള്ളവർക്ക് മോട്ടിവേഷൻ സ്പീച്ചൊക്കെ നൽകിയവൻ്റെ വായിൽ നിന്നാണ് ഇത്തരമൊരു പദപ്രയോഗം പുറത്തു വരുന്നത് എന്ന് നാം എല്ലാവരും മനസ്സിലാക്കണം. അതിൽ നിന്നും അവൻ എത്രത്തോളം വെറുപ്പ് വെച്ച് പുലർത്തുന്നവനാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. എന്ത് സന്ദേശമാണ് ഇവന്മാർ സമൂഹത്തിന് നൽകുന്നത്? മറ്റുള്ളവരെ ബോഡി ഷേമിംഗ് ചെയ്യുന്ന ഇവനൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നിൻ്റെയൊക്കെ ഈ സൗന്ദര്യവും നിൻ്റെയൊക്കെ ഈ അഹങ്കാരവും നശിച്ചു പോകാൻ ഒരു നിമിഷം മാത്രം മതി, ഒരൊറ്റൊരു നിമിഷം. വെളുത്തിരിക്കുന്നുവെന്ന് അഹങ്കരിക്കുന്ന നീയൊക്കെ നിൻ്റെ വെളുത്തു തുടുത്ത ആ തൊലിയിലേക്ക് തിളച്ച ഒരു ചൂടുവെള്ളം എങ്ങാനും വീണാൽ തീരുന്നതേ ഉള്ളൂ നിൻ്റെയൊക്കെ ഈ അഹങ്കാരമെല്ലാം. നാളെ ഒരു അപകടം സംഭവിച്ചാൽ, തുടിച്ചുകൊണ്ടിരിക്കുന്ന ഹൃദയം ഒന്ന് നിലച്ചു പോയാൽ, അല്ലെങ്കിൽ രോഗം വന്ന് തീർന്നു പോകുന്ന ഈ ഒരു ശരീരത്തെ വെച്ചുകൊണ്ടാണ് നീയൊക്കെ മറ്റുള്ളവരെ നോക്കി പരിഹസിക്കുന്നത്. ഇവന്മാരുടെയൊക്കെ സ്ഥിരം പരിപാടിയാണിത്. ആശയത്തെ ഒരിക്കലും ആശയം കൊണ്ട് നേരിടില്ല. ഇവന്മാർക്ക് മറുപടി ഇല്ലാതായി കഴിയുമ്പോൾ പിന്നെ വിളിക്കുന്നത് തീവ്രവാദി എന്നും ജിഹാദി എന്നുമൊക്കെയാണ്. ഇത് ഇവന്മാരുടെ സ്ഥിരം ഡയലോഗാണ്. പിന്നെ ഇതുപോലെയുള്ള ബോഡി ഷേമിങ്ങും. ഒരാളുടെ പേഴ്സണാലിറ്റിയെ, അയാളുടെ അപ്പിയറൻസിനെ അറ്റാക്ക് ചെയ്യുന്നത് വിവരമില്ലായ്മയും സംസ്കാരമില്ലായ്മയുമാണ്. മനുഷ്യനെ മനുഷ്യനായി കാണാൻ കഴിയാത്ത, അവനെ അവൻ്റെ രൂപത്തിൻ്റെയും മരത്തിൻ്റെയും പേരിൽ മാത്രം അളക്കുന്ന ഇത്തരം ആളുകൾ സമൂഹത്തിന് വലിയൊരു ബാധ്യതയാണ്. ചാണക്യ ന്യൂസ് TV പോലെയുള്ള പേജുകൾ ചെയ്യുന്ന ഇത്തരം സൈബർ ക്രൈമുകൾക്കെതിരെ നിയമപരമായ നടപടികൾ ഉണ്ടാകണമെന്നാണ് എൻ്റെ അഭിപ്രായം. ആശയപരമായ വിയോജിപ്പുകൾ നമുക്കെല്ലാവർക്കുമാകാം. അത് ജനാധിപത്യത്തിൻ്റെ ഭാഗമാണ്. പക്ഷെ അതിനെ നേരിടേണ്ടത് ഇതുപോലെയുള്ള നീചമായ വഴികളിലൂടെയല്ല. ഈ ഒരു സംഭവത്തിന് ശേഷം അദ്ദേഹത്തിനെ ഇഷ്ടപ്പെടുന്ന ഇതര മതസ്ഥരായ ഒരുപാട് സഹോദരങ്ങൾ അദ്ദേഹത്തിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വരുന്നുണ്ട്. അതിലൊരു സഹോദരന്റെ പ്രതികരണം ഞാൻ നിങ്ങളൊന്ന് കാണിക്കാം. ഇത് എന്തിന്റെ പേരിൽ ചെയ്താണെങ്കിലും അംഗീകരിക്കാൻ പാടില്ല, അംഗീകരിക്കരുത്. ആശയങ്ങളും തമ്മിലാവട്ടെ പോരാട്ടം. വ്യക്തികളിലേക്ക്, ഒരാളെ മതത്തിന്റെ പേരിൽ, ജാതിയുടെ പേരിൽ, നിറത്തിന്റെ പേരിൽ ഒരിക്കലും അധിക്ഷേപിക്കരുത്. അത് അംഗീകരിക്കാൻ പറ്റില്ല, ഒരു നിലയ്ക്കും അംഗീകരിക്കാൻ പറ്റില്ല. അദ്ദേഹത്തിന്റെ ആശയം പറയട്ടെ, നമ്മൾ അതിന്റെ മേലെ നമുക്ക് ആശയം ഉണ്ടെങ്കിൽ അത് പറയേ. ആശയങ്ങളും തമ്മിൽ പോരാടാൻ നിങ്ങൾക്ക് എന്തത്ര മടി? രാഷ്ട്രീയപരമായിട്ടും അല്ലെങ്കിൽ ആശയപരമായിട്ടൊന്നും എല്ലാവർക്കും എല്ലാ രാഷ്ട്രീയവും എല്ലാ ആശയവും ഉൾക്കൊള്ളാനൊന്നും പറ്റില്ല. എതിർപ്പുകൾ ഉണ്ടാവും. അതിന് വ്യക്തിഹത്യ ചെയ്യലല്ല അതിന്റെ മാർഗം. അദ്ദേഹത്തിന്റെ നിറത്തിന്റെ പേരിലല്ല അദ്ദേഹത്തിന് കളിയാക്കേണ്ടത്. ആരാണ് ഇവിടെ എല്ലാം തേഞ്ഞൂരുള്ളത്? ഒന്ന് പറയുങ്ങള്. എല്ലാം തേഞ്ഞാമാരൊക്കെ ആരുള്ളത്? എന്നാ പിന്നെ വല്ല ചില്ലും കൂട്ടിൽ കയറിയിട്ട് മെഴുകുതിരി എത്തിക്കാടാ എല്ലാവരെയും. അത്ര വലിയ പുണ്യാളന്മാരൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ
ഈ തൊലിക്കളർ ഇതൊക്കെ ഒരു നിസ്സാര പരിപാടിയുള്ളടാ. ഒരു തളച്ച വെള്ളം വീണ മോന്തേമയ്ക്ക് വീണ കഴിഞ്ഞറായി ചിലക്കലും ഈ കാട്ടിക്കൂട്ടിലും ഈ അഹങ്കരിക്കലൊക്കെ. മോന്തൊന്ന് ടാറിൽ ഒരഞ്ഞാൽ മതി റോട്ടിൽ കൂടെ പോകുമ്പോ അവിടെ കഴിഞ്ഞ് ഈ പരിപാടിയൊക്കെ. അതുകൊണ്ട് ആ പരിപാടി ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. ഇതിന്റെ പേരിൽ നിങ്ങൾ ഇന്നെ എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് കോച്ചേരിൽ അമ്മായി പറഞ്ഞ പരിപാടി നമ്മളേല് അംഗീകരിക്കില്ല കേട്ടോ. ഒരു പരിപാടി നടക്കില്ല. അത് അങ്ങണ്ടായാലും എങ്ങണ്ടായാലും ആരേനായാലും അംഗീകരിക്കില്ല. ഒരു ഇഞ്ചിക്ക് അംഗീകരിക്കില്ല ഈ സാധനം. ഉസ്താദേ അസ്സലാമു അലൈക്കും. അപ്പൊ നമ്മളെ പരിപാടി നടക്കട്ടെ. നമ്മൾ ഇവിടെയൊക്കെ തന്നെ ഉണ്ട്. ചെതറട്ടെ. അൻസാരി ഉസ്താദിന്റെ ഫോട്ടോ എടുത്ത് വെച്ച് തലവെട്ടി മാറ്റിയിട്ട് അവിടെ പന്നിയുടെ ഫോട്ടോ വെക്കുന്നുണ്ടാവും. ഇത് കാണുമ്പോ അല്ലാ, ടെൻഷൻ വേണ്ട. നമ്മുടെ തലവെട്ടി മാറ്റിയിട്ട് അവിടെ കുരങ്ങന്റെ ഫോട്ടോ വെക്കുന്നുണ്ടാവും. ആരെങ്കിലും ഒരാൾ ട്രോൾ ചെയ്യപ്പെടുമ്പോൾ നമ്മളങ്ങ് പേടിച്ചു പോലെ, ആരെങ്കിലും പരിഹസിച്ചാൽ പേടിച്ചു പോകേണ്ടവരാ നമ്മള് അല്ല. പറയുന്ന ആശയത്തിൽ ദൃഢതയോടുകൂടി നമ്മൾ ഉറച്ചു തരും. ചീത്ത വിളിക്കും, പരിഹസിക്കും, ആക്ഷേപിക്കും, നമ്മുടെ പേരിൽ പലതരത്തിലുള്ള ആക്ഷേപങ്ങൾ പറഞ്ഞുണ്ടാക്കും. അപ്പോഴെല്ലാം പാറ പോലെ ഇസ്സത്തോടുകൂടി നമ്മൾ പറഞ്ഞ ആശയത്തിൽ ഉറച്ചു നിൽക്കുക. അങ്ങനെ ആശയത്തിൽ ഉറഞ്ഞു നിന്നാലോ കാലാന്തരത്തിൽ നമ്മളെ ഓർക്കുന്ന ഒരു ജനത ഇവിടെ ഉണ്ടാകും. അതാണ് ഞാൻ തുടക്കത്തിൽ യാസീൻ സൂറത്തിലെ ആ ഭാഗം എഴുതി. ഏതാ ഭാഗം ഞാൻ ഓതിയത്? ഇന്നാ നഹ്നു നുഹ്യിൽ മൗത വനക്തുബു മാ ഖദ്ദമു വആസാറഹും. നിങ്ങൾ ഇവിടെ അടയാളപ്പെടുത്തിയിട്ട് പോയ കാര്യങ്ങൾ റബ്ബിന്റെ മുമ്പിൽ ഓർമ്മയുണ്ട്. അത് നമുക്ക് ശേഷം വരുന്ന ജനതയോട് അള്ളാഹു ഓർമ്മപ്പെടുത്തുക തന്നെ ചെയ്യും. അള്ളാഹു ഇസ്സത്തിലാക്കട്ടെ. ഒറ്റ കാര്യം മനസ്സിലാക്കുക, നിങ്ങൾ സത്യത്തിനൊപ്പമാണ് എങ്കിൽ, ശരിക്കൊപ്പമാണ് എങ്കിൽ, നിങ്ങൾക്ക് ഈ മൂക്കിപ്പൊടി എന്ന് പറയുന്ന സാധനം അറിയോ? നമ്മളിങ്ങനെ വലിക്കുന്ന ചില ആളുകൾ, നിങ്ങളുടെ നാട്ടിൽ വലിക്കും അങ്ങനെ ആളുകൾ, ആ മൂക്കിപ്പൊടി. ഇത് ആദ്യം വലിക്കുന്ന സമയത്ത് പിടുത്തം വിട്ട തുമ്മല, ഭയങ്കര തുമ്മല. സുറുമ ആദ്യമായിട്ട് എഴുതുമ്പോൾ കണ്ണൊക്കെ അങ്ങോട്ട് നിറഞ്ഞെഴുതും. എല്ലാ ദിവസവും സുറുമ ഇട്ടാലാ കണ്ണീന്ന് വെള്ളം വരില്ല. എല്ലാ ദിവസവും മൂക്കിപ്പൊടി വലിച്ചാലാ അവന്റെ അടുത്ത് നിൽക്കുന്ന ആള് അവനൊരു 150 തുമ്മലും ഇവന്റെ മൂക്കിപ്പൊടി വലിച്ചിട്ട് ഇങ്ങനെ ബസ് സ്റ്റോപ്പിലുള്ള മുഴുവൻ ആളുകളും തുമ്മും. അപ്പം നമുക്ക് ഇത്തരം കാര്യങ്ങൾ ശീലമായി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതൊരു വിഷയമേ അല്ല. നമ്മളൊക്കെ ഈ സോഷ്യൽ മീഡിയ തുറക്കുമ്പോൾ കാണുന്ന വർഗീയതയും വിദ്വേഷ പ്രചരണങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് സോഷ്യൽ മീഡിയ തന്നെ ഉള്ളടോ. സോഷ്യൽ മീഡിയക്കപ്പുറം സ്നേഹത്തിൻ്റെ ഒരു മഹാലോകം ഉണ്ടെന്നേ. നമ്മളിൽ ചിലരെങ്കിലുമൊക്കെ തിരിച്ചറിച്ചിട്ടില്ലേ നമ്മുടെ നാടാകപ്പാടെ മാറിപ്പോയി, മനുഷ്യരൊക്കെ ഇങ്ങനെ വർഗീയമായി ചിന്തിക്കുന്നവരാണെന്ന്. അങ്ങനെയൊന്നും അല്ല കേട്ടോ. നമ്മുടെ നാട്ടിൽ ഇതൊന്നും അറിയാത്ത, ഈ പ്രചരണങ്ങളെ ഒന്നും ഭാഗമാകാത്ത അനേകായിരം മനുഷ്യരുണ്ട്. അവരുടെ കണ്ണിലൂടെ മനുഷ്യരെ മാത്രമേ അവർക്ക് കാണാൻ പറ്റൂ. അവരോടൊപ്പം നമ്മളൊന്ന് ചേർന്നിരുന്ന് നോക്കിയേ, ഒന്ന് മനസ്സ് തുറന്നു നോക്കിയേ, സ്നേഹത്തിൻ്റെ മഹാലോകം നമുക്ക് കാണാൻ കഴിയും. അവരോടൊന്ന് മിണ്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളും അവരും തമ്മിൽ ഒരു മാലയിലെ മുത്തുപോലെയാണ്. ഒട്ടിയല്ലാതെ ചേർന്നല്ലാതെ ഇരിക്കാൻ കഴിയില്ല. അങ്ങനത്തെ അനേകായിരം മനുഷ്യർ നമ്മുടെ ചുറ്റുവട്ടത്തുണ്ട്. മനുഷ്യരാണ്, മനുഷ്യർക്കൊപ്പം.